വൺ സപ്പോർട്ടാണ് തിരുവനന്തപുരത്ത്. ഐ അപ്രിഷിയേറ്റ്. ആലപ്പുഴക്കാരുടെ കപ്പ തിരുവനന്തപുരത്ത് കഴിക്കാൻ 20 കിലോ ബീഫിനെ കഴുകി വൃത്തിയാക്കി നല്ല പദം വരുത്തി പതിയെ പൊക്കിയിട്ടുണ്ട് അവരുടെ ടീം. നല്ലൊരു കൈയ്യോടെ എപ്പോഴും കഴിക്കാൻ പോവാ. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും സുസ്വാഗതം. കേരളീയത്തിൻ്റെ വേദിയിലാണ് ഇന്ന് ഞാനുള്ളത്. കേരളീയത്തിൻ്റെ അനുബന്ധമായിട്ട് നടക്കുന്ന ഭക്ഷ്യമേള അതിഗംഭീര റിവ്യൂവുമായിട്ട് മനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തൊരു വലിയ പരിപാടിയാണ്. മലയാളി അറിയേണ്ട, നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞ രുചികളും അറിയാത്ത രുചികളും മലയാളിക്ക്, മലയാള ഇടത്തിന് പിന്നെയും പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടി. ഓരോ ദിവസവും ഓരോ പാചക വിദഗ്ധരോടൊപ്പമാണ് ഈ പരിപാടി മുമ്പോട്ട് പോകുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സൂര്യകാന്തിയിലേക്ക് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ഏറ്റവും പ്രശസ്തനായ യൂട്യൂബറും ഭക്ഷണത്തിൻ്റെ നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫിറോസ് ചുറ്റിപ്പാറയാണ്. ഫിറോസ് ഖാൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഹൃദയം കൊണ്ട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണല്ലോ. ഇന്നിപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കാനാണ്. മനോഹരമായിട്ടുള്ള കപ്പ ബിരിയാണി, അടുപ്പിൽ കപ്പ ബിരിയാണി ഉണ്ടാവുകയും ഒപ്പം പൊതുസമൂഹത്തിനോട് സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പരിപാടി സംഘാടകർ അവതരിപ്പിക്കുന്നത്. കേരളീയത്തിൻ്റെ ഈ വേദിയിൽ നമുക്ക് നേരെ പോയിട്ട് ഫിറോസ് ചുട്ടിപ്പാറയെ പരിചയപ്പെടാം. ബൈ. ഒരുപാട് അഭിമാനത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഫിറോസ് ചുട്ടിപ്പാറ ഏറ്റവും ജനകീയനായിട്ടുള്ള ഫുഡ് ബ്ലോഗർ എന്ന് ഞാൻ എടുത്തു പറയും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, കേരളക്കരയ്ക്ക് മുഴുവൻ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരെയും ഒരുപോലെ തന്നെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു മനുഷ്യൻ കൂടിയാണ്. ഇപ്പൊ കേരളീയത്തിന്റെ വേദി, ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ പാചകം തന്നെ താങ്കളാണെന്ന് പറയുന്ന ഒരു അഭിമാനം തോന്നുന്ന നിമിഷമായിരിക്കും അല്ലേ? കേരളീയത്തിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? തിരുവനന്തപുരത്ത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാ. ഞാനൊരു ചെറിയൊരു പരിപാടി നടക്കാന്ന് ഞാൻ കേരളത്തിൽ വന്നിട്ടില്ല. പക്ഷെ വൺ സപ്പോർട്ടാണ് തിരുവനന്തപുരത്ത്. ഐ അപ്രിഷിയേറ്റ്. തിരുവനന്തപുരത്തിന് ഇന്ന് നിങ്ങൾ എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചാണ്. കപ്പയും ബീഫും, കപ്പ ബിരിയാണി കപ്പയും ബീഫും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനം. മാത്രമല്ല വരുന്ന വഴിക്ക് കപ്പയുണ്ടല്ലോ, ഇവര് ആലപ്പുഴ വഴി വന്നപ്പോ ആ കഥയൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാന് ശരിക്കും പറഞ്ഞ ഈ കപ്പ ഞാൻ നാട്ടിൽ തപ്പി. ഞങ്ങളുടെ നാട്ടിൽ കപ്പ ഇച്ചിരി കുറവാണ്. പാലക്കാട്ടുകാർ ഈ കപ്പ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് അവിടെ. അപ്പൊ കപ്പയും കുറവാണ്. അപ്പൊ ഞാനവിടെ അന്വേഷിച്ചപ്പോൾ നല്ല കപ്പയില്ല. അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങാന്നായിരുന്നു എന്റെ ലക്ഷ്യം. ഇവിടെ നല്ല കപ്പ കിട്ടുന്ന എനിക്കറിയാം. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ആലപ്പുഴ എത്തപ്പോ ഒരു ലോറിയിൽ, ഒരു ടെമ്പോയില് ഒരു ലോഡ് കപ്പയായിട്ട് നിൽക്കും. ഞാൻ വണ്ടിയോടെ നിർത്തി ആദ്യം ഒരു കഷ്ണം ഓടിച്ച് കഴിച്ചു നോക്കി. എനിക്ക് കപ്പ അറിയാം, ഏത് കപ്പ വേവും ഏത് കപ്പ വേവില്ല എന്ന് എനിക്ക് കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ ഞാൻ നമ്മുടെ ലേസം ഒന്ന് കടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് 25 കപ്പയും വാങ്ങി. ആലപ്പുഴക്കാരുടെ കപ്പ തിരുവനന്തപുരത്ത് കഴിക്കാൻ. ശരി, അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ നമുക്കിനി വരാനിരിക്കുന്ന സമയം അറിയാം. ഒരുപാട് ഇഷ്ടം. ഓൾ ദി വെരി ബെസ്റ്റ്. ഗംഭീരമായി. ഏറ്റവും നല്ല ഫുഡ് അത് പറയണേ, ഏതാണ് ഒരു ഫുഡ് എടുത്തു പറയണം. അത് നിങ്ങൾ അങ്ങനെ ഉഴപ്പാൻ പറ്റത്തില്ല. ആ ചോദ്യത്തിന് വെളിയിൽ അത് തിരുവനന്തപുരമാണ്. ഞങ്ങൾ അങ്ങനെയാണ് ചോദിച്ച് അവസാനം അത് വെളിയിൽ കൊണ്ടു. നല്ല പാലക്കാടൻ പുളി രസം, വാളംപുളിയുടെ രസം. അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങളത് പറഞ്ഞപ്പോ ഒരു ഭയങ്കര ഇത് തോന്നി. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾക്ക് അത് കാണിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കൂ. രസം നമുക്ക് എത്ര വേണേലും ഉണ്ടാക്കാം. ഇന്നിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നാണ് ചോദ്യം. അറൗണ്ട് യൂട്യൂബിൽ 7.4 സംതിങ് എന്നായിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നു? പക്ഷെ ഇതിന് 12 വർഷത്തോളം നമ്മൾ അധ്വാനിച്ചു അല്ലേ? ശരി, ഫുഡ് ചാനൽ തുടങ്ങിയിട്ട് ഞാനൊരു 2018 തുടങ്ങിയത്. എനിക്ക് വേറെ ചാനലുകൾ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. 2012 ഞാൻ ഈ മേഖലയിലേക്ക് കാലുകുത്തിയിട്ടുണ്ട്. 2014 എനിക്ക് വരുമാനം വന്നു തുടങ്ങിയത്. ഇപ്പൊ അവിടെ കപ്പ വെന്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ, ഒരു ഇച്ചിരി ടൈം എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ ഭാഗത്ത് കാണുന്ന 10 സ്റ്റോളുകൾ കണ്ടോ, ഈ കാണുന്ന നമ്മുടെ ഭക്ഷ്യമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഇങ്ങേയറ്റം മുതലുള്ള 10 ഷോപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനത് വിഭവങ്ങളെ ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനം ഏറ്റവും ആദ്യമായി അവനവൻ്റെ ഭക്ഷണത്തിനെ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ഗംഭീര വെന്യൂ ആണ്.
പിന്നെ ഇദ്ദേഹത്തിന് നമുക്ക് ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് ആ ചേച്ചിമാർക്ക് ഭയങ്കര സന്തോഷവും. ഒന്ന് നമുക്ക് ഇദ്ദേഹമായിട്ട് അവിടെ പോയി ഒന്ന് കൈ കൊടുത്ത് വന്നാലോ. നല്ല ഫ്രഷ് കപ്പ കട്ടയ്ക്ക് കോരി ഇളക്കി. ഇതിലൊക്കെ ഭയങ്കര കപ്പ, സൂപ്പർ കപ്പയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അതെന്താ തിരുവനന്തപുരത്തെ കപ്പ കഴിച്ചിട്ടുണ്ടോ? ഞാൻ എനിക്ക് കിട്ടിയത് തന്നെ നിങ്ങൾ ഞങ്ങളുടെ അത്യാവശ്യം ആരനാട് നെടുമങ്ങാട് ഏരിയയിലൊക്കെ പോകണം. ഉഗ്രൻ കപ്പ, പഞ്ഞി കപ്പ കിട്ടും. അടുത്ത വട്ടം നിങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇഞ്ചിയും മുളകും കൂടി ഇങ്ങനെ എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ ഒരു മണം പതിയെ ഇങ്ങനെ വരികയാണ്. അതിലേക്ക് നല്ല ഉഗ്രൻ സവോള, വെങ്കായം, വലിയ ഉള്ളി പതിയെടുത്തിട്ടു. രതീഷിന്റെ മാന്ത്രിക കൈകൾ ഇതിനകത്ത് തൃശ്ശൂർ പൂരത്തിന്റെ ആ ചെണ്ടത്തഴമ്പിന്റെ ആ ഒരു താളത്തോടു കൂടി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മനസ്സിൽ നിറയെ ഭക്ഷണത്തിന്റെ രുചിയെ ആവാഹിച്ചെടുത്തുകൊണ്ട് രതീഷ് ഇങ്ങനെ കിണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, $20 കിലോ ബീഫിനെ കഴുകി വൃത്തിയാക്കി നല്ല പദം വരുത്തി പതിയെ പൊക്കിയിട്ടുണ്ട് അവരുടെ ടീം. ബീഫ് വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. നല്ല പെരളനായിട്ട് മസാലക്കകത്ത് കിടന്ന് ഇങ്ങനെ തുള്ളിക്കളിച്ച് ഇങ്ങനെ സെറ്റായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 3/4 പരുവം വേവ് എത്തി തോന്നുന്നു. എന്തോ 3/4 ഭാഗം വെത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കപ്പ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കപ്പയും ഈ ബീഫും കൂടി ഒരു കലാപരിപാടിയുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുത്ത് എപ്പോഴാണ് കഴിക്കാൻ പോവാ? അതന്നെ. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ
ഒരു നാണോ ഇല്ലാതെ ഞങ്ങൾക്കും ഫുഡ് തരുമോ എന്ന് ചോദിച്ചൊരു കുട്ടിയെ ഞാൻ ആദ്യമേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോളെ എന്ത് എവളെന്ത് വാ മക്കളെ വാ. ഇവിടെ ആദ്യം വെള്ളം തിളപ്പിച്ചപ്പോൾ തന്നെ അവളുടെ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഫിറോസിക്ക ഇത് എപ്പോൾ കിട്ടും, ഞങ്ങൾക്കും തരും. മക്കളിങ്ങ് വാ, എന്ത് ചെയ്യും മക്കൾ വാ, ഇതാ കഴിച്ചോ. നല്ല ഊശിരൻ കപ്പ ബിരിയാണി കേട്ടോ, അതിഗംഭീര കപ്പ ബിരിയാണി. കഴിഞ്ഞു പോയ കുറേയേറെ മണിക്കൂറുകളായിട്ട് നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറയുടെ നേതൃത്വത്തിൽ കേരളീയത്തിൻ്റെ ഭക്ഷ്യമേളയിൽ വെച്ചുണ്ടാക്കപ്പെട്ട കപ്പ ബിരിയാണി അസാധ്യം. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ വരണം, വിത്ത് ഫാമിലി തന്നെ വരണം. മനോഹരമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു വേദിയാണ്. ഭക്ഷണവും കഴിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. 2 സെക്കൻഡ്. ഇത് നിങ്ങൾ ആസ്വദിക്കുക തന്നെ വേണം. ഓരോ ദിവസത്തെയും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രുചിയും ഓരോ ദിവസത്തെയും അതിഥികളുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ ഫ്രം